ഹല്ലേലൂയ. ഇതിൽ കൂടുതലൊന്നും എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങളിലൊരുത്തനാണ് ഞാൻ. ക്യാൻ യു അക്സെപ്റ്റ് ദാറ്റ് പ്ലീസ്? ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വളരെ ക്രിപ്റ്റിക്കായിട്ട് നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന അഹരോൻ്റെ താടിയിലേക്ക് ഒഴുകുന്നതായുള്ള ഹെർമോനിയ മഞ്ഞു പോലെയും ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുന്നു. This is nothing but a transaction of love. ഇത് മറ്റൊന്നുമല്ല. It is just a transaction of love. I don't know how many people know the meaning of transaction, but that's just that. തീർച്ചയായിട്ടും അതാണ്. എൻ്റെ ഈ മൈക്കിൻ്റെ ഇതെല്ലാം കറക്റ്റാണോ? റൈറ്റ് റൈറ്റ്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എ ട്രാൻസാക്ഷൻ ഓഫ് ലവ്. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്, സർവശക്തനാകുന്ന ദൈവത്തിന് തൻ്റെ സ്നേഹം അടക്കി വയ്ക്കുവാൻ, പകർന്നു വയ്ക്കുവാൻ, ഹല്ലേലൂയ, ഇടമില്ലാതെ ഇരുന്നപ്പോൾ അദ്ദേഹം മൺപാനകളെ ഉരുവാക്കി. അതിൽ പകർന്ന സ്നേഹമാണ് നവീകരിക്കുന്ന ഞാനും നിങ്ങളും. അതിനാൽ ഈ സ്നേഹ വികേന്ദ്രീകരണം എന്നെല്ലാം മനുഷ്യരാശിയിലുണ്ടായിട്ടുണ്ടോ അന്നെല്ലാം സ്വർഗം സന്തോഷിച്ചിട്ടുണ്ട്. That's what I studied in my 46 years of my life. Matthew Chana, it was really a coincidence, let me tell you that, because I was such a person. When I came here, let me tell you this. When I came here, I just thought that I was studying in class 8. Sorry. Because I heard a song, സർവ സൃഷ്ടികളും ഒന്നായി സ്തുതിച്ചിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഇത് എൻ്റെ 8ാം ക്ലാസ്സിൽ എൻ്റെ ചർച്ച് ജീവിതത്തോട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ്. എവിടെ? നാഗാലാൻഡിൽ വെച്ച്. ഞാൻ അവിടെ മാതാപിതാക്കൾ അവിടെ ആയിരുന്നുകൊണ്ട് അവിടെ പോയി കുറേ നാൾ പഠിക്കാനായിട്ട് എനിക്ക് ദൈവം ഇട തന്നു. അപ്പോൾ see, we are just the products of his love. I just want to tell you that. അതിനാണ് ഇത്രയും വളച്ചൊടിച്ച് എനിക്ക് ഈ ആമുഖം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. I don't like that. But this is how we are created, and we have to sustain in that love, in that meaning of love. ആത്മാവിൻ്റെ വില എന്തെന്ന് I cannot tell you, but he has been trying to tell you more about that. And we have had the communion. Whosoever നോക്കുക, we can understand that, because we cannot fathom it by what is the width, what's the breadth, what's the length of it. No, we cannot do that. We cannot do that. But look at the cross. We can understand what's the meaning and what is the measure of spirit and love. Just by the somebody said, like I think Billy Graham, that it's a love story. It's a love story written in blood and a wooden cross. It's a love story written in blood and wooden cross. ഇല്ലായിരുന്നെങ്കിൽ we would not have been there. We would have been there. We can be here.
We can be here, whatever. We can be here. But we would have been so haggard and woe begin, more like a barbarian or a, you might have heard these stories of Frankenstein and all. We would be like that some point. But the grace of heaven, the God of heaven had ordained it from the beginning that he should be tormented and striped, and killed on a cross, that every sinner and sin should be pardoned. You know what? If I speak about that, I do not have time. I think I have to stand here for hours and hours. You know what? The genealogy starts from Adam, Seth, Enosh, Cain and Mahalalel, Seth, like it ends up in Noah, the 10th generation, where the justice or the നീതി എന്ന് പറയുന്നത് ഉരുവായി. നീതിയെ ദൈവം തിരഞ്ഞെടുത്തു. 10th generation, you can see it. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് യോഹന്നാൻ 1:9 പറയുന്നത്. ജസ്റ്റ് ഗോഡ് ഈസ് ജസ്റ്റ്, അല്ലേ? ഒന്ന് വായിച്ച് മലയാളത്തിൽ. Okay, so we put in a nutshell, it is nothing but God is just. അപ്പോൾ നീതിയുടെ പരമകാഷ്ഠയാകുന്ന ദൈവം ആദമിൽ നിന്ന് 10 ജീനിയോളജിയെ എടുത്ത് നോഹ വരെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ലഭിച്ചത് എന്താണെന്നറിയാവോ? യാഥാർത്ഥ്യത്തിൽ സുവിശേഷമാകുന്നു. ദൈവത്തെ മറന്നുപോയ മനുഷ്യനെ ദൈവം നീതീകരിച്ചു ജലപ്രളയത്താൽ. അതിൽ നീതിയെ തിരഞ്ഞെടുത്ത് 7 പേരെ കൂടെ സസ്യാദികളെയും തൻ്റെ മൃഗജീവനുകളെയും സംരക്ഷിച്ചു. പുതിയ ഭൂമിയെ ഉരുവാക്കി. പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് അല്പം സയൻറ്റിഫിക്കാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ നേരമില്ല. എന്നാൽ ഒരു വലിയ അത്ഭുതം ഞാൻ പറയാം. ഈ 10 പേരില്ലേ, 5-ാം ഉൽപ്പത്തിയിലെ 5-ാം പുസ്തകത്തിൽ ഈ 10 പേരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 10 പേരുടെ പേരുകൾ, ആദം മുതൽ നോവ വരെ. ഈ 10 പേരുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്നത് എന്താണെന്നറിയാവോ? സുവിശേഷമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്, മനുഷ്യൻ മറുതലിച്ച് പാപത്തിൽ വീണവനെ ദൈവം ഭൂമിയിൽ വന്ന് തിരഞ്ഞെടുത്ത് സന്തോഷവും സമാധാനവും നൽകിയെന്നുള്ള സുവിശേഷമാണ്. ഈ 10 പേരുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഒന്നൊന്നായി, അത് ഇങ്ങുമായിട്ടുമല്ല, ഒന്നൊന്നായി ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം. സംശയമുണ്ടെങ്കിൽ നിങ്ങളത് റിസർച്ച് ചെയ്ത് പഠിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ രൂപം എന്താണ്, സാദൃശ്യം എന്താണ്? 43, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി 63. നമുക്ക് യെശയ്യാവിൽ 53 പറയുന്നുണ്ട്. അവന് സാദൃശ്യമില്ല. ദിസ് നോ, സോറി, ഓക്കെ, there is no ഒരു രൂപഗുണം അവനെക്കുറിച്ച് പറയുന്നില്ല. ബട്ട് ഹി വാസ് ദ ഹാൻസം ആൻഡ് ദ ബ്യൂട്ടിഫുൾ പേഴ്സൺ എവർ ലിവ്ഡ് ഓൺ എർത്ത്. ഐ തിങ്ക്, ഐ ഡോണ്ട് നോ, ബട്ട് അവൻ്റെ രൂപഗുണം അറിയുന്നത് അവൻ്റെ വചനങ്ങളിലായിരുന്നു, ജീവനുള്ള വചനങ്ങളിൽ. ഞാൻ അല്പം സമയമെടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ
ഞങ്ങൾ മാത്യുച്ചാനും ഞാനും മാത്യുച്ചാനും ഒക്കെ ആയിട്ട് കുറച്ച് നാൾ അല്പനാൾ OIM-ലാകാൻ ദൈവം അനുഗ്രഹിച്ചു. വളരെ ഒരു വലിയ ഒരു ടൈമായിരുന്നു. ദാറ്റ് വാസ് റിയലി എ wondrous experience that I had in my life. You know, taking from my childhood, I used to go out like, you want to say something in Malayalam? All right, okay, because sometimes I speak in, you know, because I'm a linguist, you know. I speak in Malayalam, I speak in Nagamese, I speak in Hindi, I speak in Tamil. So all the time when I speak, you know, many languages come in. Even when I heard a song from Hindi, you know, I really enjoyed it. അപ്പോൾ തീർച്ചയായിട്ടും in that first thing that I said, in that transaction of love that we are here, ആ ഒരു സംസ്ഥാപനത്തിലാണ് നാം ഇപ്പോഴും ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന സനാതനം ചെയ്യുന്ന ആ വലിയ ശക്തി ദൈവത്തിൻ്റെ അതീതമായ ജ്ഞാനത്തിലാണ് ഇത് നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത്. 19-ാം സങ്കീർത്തനം നമ്മളെടുത്ത് വായിക്കുമ്പോൾ വാക്കുകളില്ല, ഭാഷണമില്ല. ഇതെല്ലാം സംസ്ഥാപനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ വലിയ നീതിയുടെയും അതിരുകടന്ന ജ്ഞാനത്തിൻ്റെയും എന്താ പറയുന്നത് ആ ജ്ഞാനത്തിലാണ് ഇത് നിലകൊള്ളുന്നത് തന്നെ. അതിൻ്റെ ശേഷം നമ്മൾ വായിക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം അവൻ സൃഷ്ടിച്ചു, അവൻ അനുസൃതമായി അവൻ്റെ ജ്ഞാനത്തിനും അവൻ്റെ വാക്കിനനുസൃതമായി ചരിക്കുന്നു. എന്നാൽ മനുഷ്യനോ? അതുകൊണ്ട് അവിടെ ഒരു പ്രാർത്ഥന ഉയരുന്നു, ദൈവമേ നീ ഞങ്ങളെ നീതീകരിക്കണമേ. ആ നീതിയുടെ ഫലമാണ് നാം എല്ലാവരും. വി ആർ ദ ഓഫ് സ്പ്രിങ്സ് ഓഫ് that reality. We are not real. We cannot be real at all. It's going to be 12. ദൈവത്തിൻ്റെ റിയാലിറ്റിയിലാണ്. ദൈവം മാത്രമാണ് റിയൽ. ഹീ ഈസ് ദ ഓൺലി റിയൽ തിങ്. ഹീ ഈസ് ദ റിയാലിറ്റി. എന്നാൽ നാം ഇന്ന് കണ്ടുവരുന്ന സമയം, we are in the days of reality. We have to understand that we are in the days of reality. 2000 has passed, 4000 has passed. We are in the days of reality. Otherwise we have to pay a lot. ഇത് അറിയുന്ന ജനം ഓർക്കുക, തങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. മെരീബാ വെള്ളത്തിനരികെ തങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കി. ദൈവം പറയുന്നതാണ്. ദൈവം തൻ്റെ വിതുമ്പലിൽ തൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ആ ഒരു ഹീസ് ഗ്രീവിങ്. മെരീബാ വെള്ളത്തിനരികെ നീ തങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കി. ഓർക്കുക, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് മനോഹരമാണ്. പുറകോട്ട് പോയാൽ 2000 പുറകോട്ട് പോയാൽ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. 3 ഫിലിപ്പിയർക്ക് എഴുതിയ 3 അത് പറയുന്നു, സന്തോഷിപ്പിൻ. അവസാനമായി ഇനിയും നിങ്ങളോട് പറയും, സന്തോഷിപ്പിൻ. എന്തിൽ സന്തോഷിക്കണം? വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. വി ഹാവ് ടു ബി റിയലി put our focus on that. I have a son. He is in class 11. നമ്മുടെ പുതിയ ജനറേഷൻ്റെ ഫോക്കസ് എവിടെയാണ്?
Where are they? Where are they? ഈ ഫോക്കസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അത് വളരെ വളരെ എന്താ വളരെ ഈക്വലായിട്ട് നിർമ്മിതമായ ഒരു വേർഡാണ് ഫോക്കസ്. FOCCS. ഫോക്കസ്. ഫോക്കസ്. അതിന് വലിയൊരു അർത്ഥമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പലതിനും അടിമകളാണ്. ഐ എം ഗ്രീവിങ് ഫോർ ദാറ്റ്. ലെറ്റ് മീ ടെൽ യു, ഐ എം ഗ്രീവിങ് ഫോർ ദാറ്റ്. And God really grieves for that. Why? He is the one who created all these, and in His image and His entirety, that He done everything. No more creation is needed. Let it be. Is there a sacrifice needed? No. Our focus should be in this. Amen. And I really want to conclude this here, and I really want to conclude this. I just can I sing a song and conclude? Yes. Oh, yeah. Thank you. ഡോൺ മിയോൺ പാടിയ ഒരു പാട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഞാൻ പാടി എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. My heart is filled. My heart is filled with songs of praise. You gave me help, you made a way. Now I long to live in your presence for all of my days. My soul sings, my spirit, my soul sings, my spirit says, I want to live for you alone. You have captured my heart, maker son. You have captured my heart. Chorusine. നിനക്ക് ആ കഷ്ടം, നിന്നിൽ ചെയ്തിരുന്ന ക്രിയകൾ സോരിലും സീദോനിലും ചെയ്തിരുന്നുവെങ്കിൽ അവർ രട്ടിലും വെണ്ണീരിലും ഉടുത്ത് ഹല്ലേലൂയ 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 പിന്തിരിയുമായിരുന്നു. എന്നാൽ എനിക്ക് നിങ്ങളെ അധികം സ്നേഹിക്കുന്നു, നിങ്ങളോട് അധികം സ്നേഹമുണ്ട്. My heart is filled with songs of praise. You gave me help, you made a way. Now I long to live in your presence for all of my days. My soul sings, my spirit says, I want to love for you alone. We have to love others, and just for Him, just for Him. My soul sings, my spirit shouts, for you alone. Amen. Amen. Hallelujah. Stotram. നമുക്ക് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ഒരു സമർപ്പണം നമുക്കെടുക്കാനായിട്ട് കഴിയട്ടെ. ടുവേർഡ്സ് എൻഡ് ഐ വുഡ് ലവ് ഇവിടുത്തെ യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എബി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദാറ്റ് വി വിൽ ഡു ഇറ്റ് ടുവേർഡ്സ് എൻഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എബി വളരെ ആത്മാവിൽ മൂവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞൊരു വ്യക്തിയാണ്. വളരെ യങ് ഏജിൽ തന്നെ കർത്താവിനെ അറിഞ്ഞ് ജീവിതത്തിലെ ഒരുപാട് വെല്ലുവിളികളിലൂടെ
ദൈവസ്നേഹം രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. ആ ദൈവത്തെ സ്നേഹിക്കാനും കർത്താവിൻ്റെ വേലയിൽ തന്നാൽ ആവോളം ഉൾപ്പെടാനും ദൈവം തന്നെ സഹായിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസിനെയൊക്കെ അതിജീവിച്ച് വളരെ വ്യക്തതയോടെ ദൈവത്തിനായി പ്രയോജനപ്പെടാൻ ദൈവം തന്നെ ഉപയോഗിക്കട്ടെ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. തനിക്കൊരു ബ്രദറുണ്ട്, ഹൈദരാബാദിലാണ്. മാതാവുണ്ട്, വളരെ സിക്കായിട്ട്. മാതാവും ഹൈദരാബാദിൽ തന്നെയാണ്. വൈഫും മകൻ ക്രിസ് അവർ ചെന്നൈയിൽ ആണ് താമസിക്കുന്നത്. ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും എബിക്കൊരു ഉത്തരം ഉണ്ടാവും. അത്രമാത്രം വളരെ ലേണഡാണ് അദ്ദേഹം. കൊച്ചുപ്രായം മുതൽ തന്നെ അവർക്ക് എനിക്കൊന്ന് മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മെഡിസിനെ കുറിച്ച് ഏത് മരുന്നിനെ കുറിച്ച് ചോദിച്ചാലും പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം പറയാനുണ്ടാവും. അത്രയ്ക്കും വെൽ ഇൻഫോംഡ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അത്രയും കാലങ്ങൾക്ക് മുമ്പ്, 18 കൊല്ലം മുമ്പ് പോലും പുള്ളി പല കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് വളരെ ആഴമേറിയ അറിവുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ആത്മീയ പരിജ്ഞാനത്തിലും വളർന്നു വരാനും ദൈവകൃപയുടെ ആഴങ്ങൾ ദർശിക്കാനും ആ കൃപയിൽ നിലനിൽക്കാനും തനിക്ക് ഇന്നും കഴിയുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി വർഷം മുമ്പ് ഫ്രണ്ടിൽ വന്ന് ഒരു വാക്ക് പറയില്ലായിരുന്നു താൻ. ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ഒരു പ്രാപ്തി ദൈവം തനിക്ക് നൽകിയതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം നമ്മളും ഒത്തിരി മടിച്ചു നിൽക്കരുത്. താൻ പറഞ്ഞ അത് ആ സ്പിരിറ്റിൽ ഏറ്റെടുക്കാൻ, ആത്മാവിൽ ഒരു വചനമായി കൈക്കൊള്ളാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മുടെ സമയം ഒരല്പം മുമ്പോട്ട് പോയി എങ്കിലും ചില മിനിറ്റുകൾ തിരുവഴുത്തിൽ നിന്ന് ചില വചന സത്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഈ വർഷത്തെ തീം പാസ്റ്റർ അതിന് തുടക്കം കുറിച്ചു. പാസ്റ്റർ അന്ന് തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ ചില ആഴ്ചകളിൽ ഞാനും പാസ്റ്ററും മാറി മാറി ഈ തീമിൽ നിന്ന് ചില ആത്മീയ സത്യങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതായിരിക്കുമെന്ന്. അപ്പം അതിൻ്റെ വെളിച്ചത്തിലും കൂടെ ഈ വർഷം നമ്മുടെ തീം എന്താണ്? വിസ്ഡം 2025 എന്നുള്ളൊരു മീനിങ് ആണ് കൊടുത്തത്. ബൈ ദ വേ, ഐ സീ നിത്യ and Sanal is there. Oh, great. Oh, praise God. Well, let's put our hands to welcome them. And the little baby is also there. Baby dedication ceremony കുറിച്ച് നമ്മളോട് അനൗൺസ് ചെയ്തു. Praise God. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. Towards the end, I think Pastor Arun also will come. എന്നിട്ട് ഒരുമിച്ച് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം കരുണ ചെയ്യുമാറാകട്ടെ. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ്. വന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ താക്കോൽ വാക്യം നമുക്ക് വായിച്ച് ചില ആത്മീയ സത്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് നമുക്ക് ഇന്ന് ആശീർവാദത്തോടെ പിരിയുവാൻ കർത്താവ് സഹായിക്കട്ടെ. 2-ാം അധ്യായത്തിൻ്റെ പ്രോവബ്സ് സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച വിവേകത്തിനായി ശബ്ദമുയർത്തുന്നു എങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നു എങ്കിൽ, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിച തന്നെ. അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു. ഗോഡ് ഈസ് റൈച്ചസ് എന്ന്
എബി പറയാൻ ഇടയായി. ദൈവം നീതിമാൻ, തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. ഈ വാക്യങ്ങളിലൂടെ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ 7 ക്രിയാപദങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അമൂല്യമായ വിലയുള്ളത് എന്താണ്? ദൈവികമായ ജ്ഞാനമാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ് വിസ്ഡം. അറിവല്ല വിസ്ഡം. ശരിക്ക് ഭൂമിയിലെ അറിവുകളെ ഇൻഫർമേഷൻ എന്നാ പറയുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിക്കൊഴിച്ച ഒരു കാഴ്ചപ്പാടാണ് പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാവുന്നത്. അതിന് ഒരുപാട് പദങ്ങൾ ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ദൈവികമായ ജ്ഞാനം, അതിലാണ് നമ്മൾ നിൽക്കുന്നത്. യഹോവ ഭക്തി തൻ്റെ ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറയുന്നതിൻ്റെ ആഴവും നമുക്ക് ഗ്രഹിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ സ്രോതസ് ദൈവമാണ്. ഇത് നമ്മൾ കേട്ടു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആകാശം, ഭൂമി, ചരാചരങ്ങൾ, മനുഷ്യ ശരീരം, മഹാത്ഭുതം നിറഞ്ഞ മനുഷ്യ ശരീരം, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും നമുക്ക് ബുദ്ധിക്കെത്താത്ത വൻകാര്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ജ്ഞാനം, ഇത് തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ശാസ്ത്രജ്ഞന്മാര് ഒരു കാര്യം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇല്ലാതിരുന്ന ഒരു കാര്യം സൃഷ്ടിക്കുകയല്ല അവർ ചെയ്യുന്നത്. ഡിസ്കവറി എന്നാണ് പറയുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റി കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി അതിനു മുമ്പേ ഉണ്ടായിരുന്നു. അപ്പം ഇലക്ട്രിസിറ്റിയുടെ നിയമം, നമ്മൾ വിളിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ നിയമം ആരുടെ നിയമമാണ്? ഇറ്റ് ഈസ് ഗോഡ്സ് ലോയാണ്. പ്രകൃതിയിലെ ഗുരുത്വാകർഷണത്തിന്റെ നിയമം ആരുടെ നിയമമാണ്? അതിന് നമ്മൾ ഗുരുത്വാകർഷണം എന്ന് പേര് വിളിച്ചു എന്നുള്ള സത്യമാണ്. അത് കണ്ടെത്തി എന്നതും സത്യമാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയതല്ല നിയമം. ആണോ? അല്ല. അതാരുടെ നിയമമാണ്? പ്രകൃതിയെ നിലനിർത്താനുള്ള ദൈവത്തിൻ്റെ നിയമങ്ങളാണ് ഇവയൊക്കെ. ഇങ്ങനെ 1000 കോടി വസ്തുതകളുണ്ട്, കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇവയൊക്കെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചെന്നാ പറയുന്നത്? ജ്ഞാനത്തോടെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് വചനം പറയുന്നത്. ഒരുപാട് ആഴങ്ങളുള്ള ഒരു സത്യമാണിത്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ആകസ്മികമായിട്ടും പൊട്ടിത്തെറിയുടെ ഫലമായിട്ടും ഉണ്ടായതാണെന്നാണ് നമ്മളെ വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന യാതൊരു കാര്യത്തിനും അടിത്തറകൾ ഉണ്ടാവില്ല. ഈ കാണുന്നതെല്ലാം ഈ ദൃശ്യമായ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നു? വിശ്വാസത്താൽ അറിയുന്നു. അപ്പൊ ഈ അടിത്തറയിൽ നമ്മുടെ ഭൂമിയിലെ നമ്മൾ സയൻസ് പഠിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ പോലും ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടല്ല പഠിക്കുന്നതെങ്കിൽ, ഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ അടിത്തറയെ തെറ്റിപ്പോയി. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ സയൻസ് ക്ലാസ്സിൽ പഠിക്കുമ്പം പല കാര്യങ്ങളും എഴുതി വെക്കേണ്ടി വരും മാർക്ക് കിട്ടാൻ. പക്ഷെ അത് വിശ്വസിക്കരുത് എന്ന് പറയാറുണ്ട്. അത് വിശ്വസിക്കരുത്. നമ്മൾ അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ പ്രതിവാദം പറയുകയും വേണം. ന്യായമായിട്ട് പ്രതിവാദം പറയാനും പ്രാപ്തരായിരിക്കണമെന്ന് കൊച്ചു ക്ലാസ്സിൽ തന്നെ ഞാൻ കുഞ്ഞുങ്ങളോട്, മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു.
But you have to write, but don't believe it. Don't believe it. What do you believe? നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്ന സത്യമാണ്. ഇവിടെ സദൃശവാക്യം 2-ാം അധ്യായത്തിലെ ക്രിയാപദങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? ആ ക്രിയാപദം ഈ ജ്ഞാനത്തിൻ്റെ അമൂല്യതയെ എങ്ങനെ, ഏത് വിധത്തിലാണ് നമ്മൾ അതിനോട് ഏത് മനോഭാവമാണ് പുലർത്തേണ്ടതെന്നും എങ്ങനെയാണ് ദൈവികമായ ജ്ഞാനത്തെ നമ്മൾ പിന്തുടരേണ്ടത് എന്നതിൻ്റെ ചില പടികൾ നമ്മൾ ഈ ക്രിയാപദങ്ങളെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒത്തിരി മെൻ്റൽ എക്സസൈസ് അതിന് ആവശ്യമില്ല. ഒത്തിരി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കാൻ. ഒന്നാമത്തെ ക്രിയാപദം എന്താണെന്ന് പറയാം ആർക്കെങ്കിലും? ഹൃദയം ചായ്ക്കുക. അതിന് ഇംഗ്ലീഷിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഇൻക്ലൈൻ യുവർ ഇയർ. ഏതാ വാക്യം പറയാമോ? പക്ഷെ യെസ്, ചെവി കൊടുക്കുകയാണ് നമ്പർ 1 മലയാളത്തിൽ, അല്ലേ? അതിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന മൈ സൺ ഇഫ് thou wilt receive. എവിടെയെങ്കിലും നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടോ? സ്വീകരിക്കുക. എന്താ റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? സ്വീകരിക്കുക. അതേ വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. As many as received him, to them he gave the power to become children of God. അവനെ കൈക്കൊണ്ട് അഥവാ സ്വീകരിച്ച് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളായി തീരാൻ റൈറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. God has given the right to become the children of God. അതിനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു. റിസീവ് എന്ന പദം വളരെ ആഴമുള്ളതാണ്. പക്ഷെ റിസീവ് എന്നുള്ള പദം തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ ഭാഗം പറഞ്ഞതുകൊണ്ട് മാത്രം പറയുക. കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം. അപ്പോൾ കർത്താവ് തരുന്ന വെള്ളമാണെങ്കിലും കർത്താവ് തന്നെയാണെങ്കിലും കർത്താവിനെ തന്നെയുള്ള സ്വീകാര്യതയാണെങ്കിലും യു റിസീവ് ഇറ്റ് and the idea is you keep on receiving it. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നമ്മളത് സ്വീകരിച്ച് നമ്മളത് കൈക്കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിലും നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുന്നുമുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്നത് നമ്മൾ വിട്ടുപോകരുത്. അല്ലാതെ ഒരിക്കൽ നമ്മൾ വാങ്ങി കുടിച്ചു തീർന്നു എന്ന ഒരു ആശയം നമ്മുടെ മനസ്സിൽ വെക്കരുത് എന്ന് ആ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ സ്വീകരിക്കുന്നത് ഇവിടെ സദൃശവാക്യത്തിൽ പറയുന്നത് ജ്ഞാനത്തെ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ്. ക്രിസ്തുവാണ് ജ്ഞാനമെന്ന് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നു. ഹീ ഈസ് അവർ വിസ്ഡം. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷത്വമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഒരാശാരി കുടുംബത്തിൽ ജനിച്ച ഒരു മകൻ ക്രൂശിൽ തറച്ച് മരിച്ച ഈ വ്യക്തിയാണ് 2000 കൊല്ലമായി ലോകം ആരാധിക്കുന്നത്, രക്ഷകൻ എന്ന് വിളിച്ചു പറയുന്നത്. ദിസ് ഈസ് അട്ടർ ഫൂളിഷ്നെസ് ടു ഗ്രീക്ക് ഫിലോസഫേഴ്സ്. ലോകത്തിലെ ഇന്ന് മോഡേൺ ആയിട്ടുള്ള ചിന്തകർക്കാണെങ്കിലും ശാസ്ത്രജ്ഞന്മാർക്കാണെങ്കിലും, ശാസ്ത്രജ്ഞന്മാർ ഞാൻ പറയാം, കാരണം ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വിശ്വാസികളായിട്ടുണ്ട്, ഇത് മൂഢതയാണെന്ന് തോന്നിപ്പോകും. പക്ഷെ ദൈവത്തിൻ്റെ ജ്ഞാനമാണിത് എന്നാണ് കൊരിന്ത്യ ലേഖനം പറയുന്നത്. ഞാൻ ആ സാഹചര്യത്തെ ബന്ധിച്ച് പറയുന്നത് മാത്രമാണ്. നിങ്ങൾക്കത് ആ സെൻസിൽ മനസ്സിലാക്കാൻ കഴിയട്ടെ. പക്ഷേ ഈ സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുക എന്ന പദം ഇതാരംഭിക്കുന്നത് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് തരുമ്പം ഒരാളെ സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം? താഴ്മ വേണം. ദൈവകൃപ ആർക്ക് കൊടുക്കുമെന്ന ബൈബിൾ പറയുന്നത്? ദൈവം നിഗളികളോട്
എതിർത്ത് നിൽക്കുന്നു. ജസ്റ്റ് ഇമാജിൻ ഗോഡ് ഈസ്, ദൈവം എതിർത്ത് നിൽക്കുക എങ്കിൽ എന്തെങ്കിലും വിധത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അപ്പോൾ ഈ ദൈവികമായ ജ്ഞാനം സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ജ്ഞാനം സ്വീകരിക്കുക എന്ന ക്രിയാപദം എങ്ങനെ തുടങ്ങുന്നത്? താഴ്മയിൽ നിന്നാണ്, ടീച്ചബിൾ സ്പിരിറ്റിൽ നിന്നാണ്. ഈ ടീച്ചബിലിറ്റി, ടീച്ചിങ്ങും ടീച്ചബിലിറ്റിയും ആദ്യകാലത്ത് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം ശരിക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. And I used to struggle, why it is called teachable teaching. ടീച്ചിങ്ങും ടീച്ചബിലിറ്റിയും രണ്ടും രണ്ടാണ് അല്ലേ? ടീച്ചബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളെല്ലാം ഒരു ശിഷ്യൻ ടീച്ചബിൾ ആയിരിക്കണം. ഒരു സഭാവിശ്വാസി ടീച്ചബിൾ ആയിരിക്കണം. ഒരു സഭാ പാസ്റ്റർ ടീച്ചബിൾ ആയിരിക്കണം. ഒരു അധ്യക്ഷൻ ടീച്ചബിൾ ആയിരിക്കണം. ടീച്ചബിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്കൊരു നിർദ്ദേശം തന്നാൽ അത് സ്വീകരിക്കാനുള്ള മനോഭാവമാണ് ടീച്ചബിലിറ്റി. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞുങ്ങളെ കുറിച്ച് എബി രേഖപ്പെടുത്തിയുണ്ടായി. വെരി ട്രൂ. പക്ഷേ ഇന്ന് വാഴുന്ന ഒരു പ്രശ്നം, കുഞ്ഞുങ്ങൾ ടീച്ചബിൾ അല്ല എന്നുള്ളതാണ്. എല്ലാത്തിനും അവരുടെ വിരൽ തുമ്പിൽ ഗൂഗിൾ ദേവനുണ്ടല്ലോ. പണ്ട് നമ്മൾ സാറുമാർ പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്കൊരു അറിവില്ലായിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതി അതല്ല. ഇന്ന് ഗൂഗിൾ ദേവനോട് ചോദിക്കും. പക്ഷെ ഗൂഗിൾ ദേവനോട് ചോദിച്ചാൽ മൂല്യം തരത്തില്ല, വാല്യൂ നമുക്ക് ലഭിക്കില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. കാരണം കളക്റ്റീവായിട്ടുള്ള വിസ്ഡത്തിൽ നമ്മൾ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കളക്റ്റീവ് വിസ്ഡത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ ആ വിധത്തിൽ നമ്മൾ ചോദിക്കത്തില്ല. ടീച്ചബിലിറ്റി ഒരു സ്പിരിറ്റാണ്, ഒരു മനോഭാവമാണ്. താഴ്മയിലും നമ്മളുടെ തിന്മകളെ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനുള്ള ഒരു മനോഭാവവും നമുക്കില്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. വചന സത്യങ്ങളെ സ്നേഹിച്ച് മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. വളരെ ദാഹിച്ച് വലഞ്ഞ് ക്ഷീണിച്ച് വീഴാൻ പോകുന്ന ഒരു മരുഭൂമിയിലെ യാത്രികന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അത് തിരസ്കരിച്ചാൽ എന്ത് സംഭവിക്കും? ദാഹിച്ച് വരണ്ട് ബലഹീനനായി വീഴാൻ പോകുന്നൊരു മനുഷ്യന് വെള്ളം നൽകിയാൽ, നമ്മളാണെങ്കിൽ കലക്കവെള്ളമാണെങ്കിലും നമ്മൾ കുടിക്കും. അത് തിരസ്കരിച്ചാലോ നമ്മൾ നശിക്കും. ദൈവികമായ ജ്ഞാനം സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് നാശമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടോ? നമ്മൾ അതുപോലെ ഈ വളരെ വരണ്ടിരിക്കുന്ന നാവുള്ള ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുമ്പോൾ അത് തിരസ്കരിക്കില്ല സാധാരണയായിട്ട്. പക്ഷെ ഈ മനോഭാവത്തോടെ ദൈവികമായ ജ്ഞാനത്തെ നമുക്ക് കാണാൻ കഴിയുമോ? ലോകത്തിലെ ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അത് തുറന്ന മനസ്സോടെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? നമുക്ക് ദൈവവചനം ഒരു തിരുത്തൽ തരുമ്പോൾ, ഒരു നിർദ്ദേശം തരുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യം ഇത് നമുക്ക് ചോദിക്കാൻ, അത് സ്വീകരിക്കുക എന്ന പദത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 104 വാക്യം എന്താ പറയുന്നത്? 119 സങ്കീർത്തനത്തിൻ്റെ 104 വാക്യം. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും
എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഐ ജസ്റ്റ് നോട്ടഡ് ഫ്യൂ വേഴ്സസ്. നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചു. മതി. തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. അവിടെ ജ്ഞാനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ആഴങ്ങൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഇവിടെ ഞാൻ ഈ ക്രിയാപദങ്ങളെല്ലാം ഒന്ന് ആവർത്തിച്ച് ഒന്ന് സമപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇവിടെ പറയുന്ന 7 ക്രിയാപദങ്ങൾ ശ്രദ്ധിക്കൂ, ഓർത്തിരിക്കാൻ എളുപ്പത്തിന്. 1, സ്വീകരിക്കുക. 2, നിധി പോലെ കാക്കുക, ട്രഷർ ഇറ്റ്. വെറുതെ എന്തെങ്കിലും കാക്കുന്ന പോലെയല്ല, നിധി എങ്ങനെ കാക്കും അതുപോലെ കാക്കുക. ചെവി ചായ്ക്കുക, ഇൻക്ലൈൻ, നിങ്ങളുടെ ഹൃദയത്തെ ചായ്ക്കുക എന്നൊരു വാക്ക് പറഞ്ഞു. ഇൻക്ലൈൻ എന്ന വാക്ക് ഒരു ക്രിയാപദമാണ്. അപ്ലൈ, അത് ദൈനംദിന ജീവിതത്തിൽ പകർത്താനുള്ള പരിശ്രമങ്ങളാണ് അപ്ലൈ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രൈ ഔട്ട്, ജ്ഞാനത്തിനായി ഉറക്കെ നിലവിളിക്കുക. നമ്മൾ ആരെങ്കിലും ജ്ഞാനം പ്രാപിക്കാൻ എവിടെയെങ്കിലും ഉപവാസ പ്രാർത്ഥന നടന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടി, ദൈവിക ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ആരും അയ്യോ എന്ന് വിലപിക്കാറുണ്ടോ? കാഴ്ച പ്രാപിക്കാൻ വേണ്ടി വിലപിച്ച ബർത്തിമായിയെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ഉൾക്കാഴ്ച പ്രാപിക്കാൻ വേണ്ടി ബർത്തിമായേക്കാൾ വളരെ വിലപിക്കുന്ന ആളുകൾ എഴുന്നേറ്റാൽ, അങ്ങനെ അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്നാണ് വചനം പറയുന്നത്. ഇവിടെ അത്രയ്ക്കും ജാഗ്രത, അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണോ ജ്ഞാനമെന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? അന്വേഷിക്കുക. സീക്ക് എന്ന വാക്ക് എങ്ങനെ? സീക്ക് എന്നുള്ള പദം വെറുതെ ഒരു അന്വേഷണത്തെ കുറിച്ചല്ല പറയുന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നു. അന്വേഷിച്ച് കണ്ടെത്തുന്നതിനെ കുറിച്ചുള്ള സെൻസാണ് സീക്ക് എന്ന പദം. അതിനുവേണ്ടി കഠിനമായ അധ്വാനങ്ങളുണ്ട്, കഠിനമായ പരിശ്രമങ്ങളുണ്ട്. ജ്ഞാനം പ്രാപിക്കാൻ അങ്ങനെ ഒരു അന്വേഷണ ത്വര നമുക്കുണ്ടാവണം എന്നതാണ് ബൈബിൾ പറയുന്നത്. അതാണ് ഇവിടുത്തെ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. സെർച്ച്, സെർച്ച് എന്ന പദവും അതിന് സമാനമാണ്. ആ പദത്തിൽ നിന്നാണ് റിസർച്ച് എന്ന വാക്ക് കൊണ്ട് വന്നത്. ഇന്നും നമ്മൾ ഒത്തിരി മുന്നേറി എന്ന് പറഞ്ഞാലും എത്ര ആളുകളാണെന്നറിയുമോ തലയിട്ടടിക്കുന്നത്? റിസർച്ച് ചെയ്യാണ്. ഈ റിസർച്ചിൻ്റെ ഫലമായിട്ടാണ് പുതിയ ഗാഡ്ജറ്റുകൾ വരുന്നത്, പരിഷ്കൃതികൾ വരുന്നത്, മുന്നേറ്റങ്ങൾ വരുന്നത്. ഇതെല്ലാം റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റാണ്. R&D ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കമ്പനികൾ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത്. ചിലപ്പോൾ എത്ര വർഷം മുടക്കുന്നത് അറിയാമോ? ഒരു മോളിക്യൂൾ കണ്ടുപിടിക്കാൻ 10, 20, 30 വർഷങ്ങൾ പണം കൊടുത്ത്, ചെലവിന് കൊടുത്ത്, എത്ര പണം വേണമെങ്കിലും മുടക്കി അവർ മുടക്കാൻ തയ്യാറാവുന്നുണ്ടല്ലോ. അതിൻ്റെ പേരാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മെച്ചപ്പെട്ട തരങ്ങളിലുള്ള ഓരോ വസ്തുക്കൾ നിർമ്മിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. പക്ഷെ ഇതേ സത്യം ആത്മീയമായിട്ടും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നമുക്ക് പരിശ്രമിച്ചാൽ, ഇത്രയും ഈ 7 ക്രിയാപദങ്ങൾ ദൈവിക ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയുള്ള ക്രിയാപദങ്ങളായി നിങ്ങളൊന്ന് തർജ്ജമ ചെയ്ത് നോക്കൂ. 2025 അങ്ങനെ നോക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ
നമുക്കത് കിട്ടും. അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പങ്കിടും. കൃത്യതയോടെ നമ്മൾ നടത്തപ്പെടും. അതിലൂടെ വരുന്ന ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം പകരും. അതുകൊണ്ട് സ്വീകരിക്കുക, നിധി പോലെ കാക്കുക, ഹൃദയം ചായിക്കുക, ജീവിതത്തിൽ പകർത്തുക, ഉറക്കെ നിലവിളിക്കുക, വളരെ ജാഗ്രതയോടെ അന്വേഷിക്കുക, ആഴത്തിൽ തിരയുക, കണ്ടെത്തുന്നത് വരെ തിരയുക. ഈ മനോഭാവത്തോടെ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ കണ്ടെത്തും. ഈ ജ്ഞാനത്തിന് പകരം ഇനി ദൈവത്തെ ആണെങ്കിൽ ഇതേ കാര്യം തന്നെയാണ് അവിടെയും സമാനമായിട്ട് വരുന്നത്. അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. ജാഗ്രതയോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. ഇത് നമ്മുടെ ഈ ക്രിയാപദങ്ങളെല്ലാം നമ്മുടെ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ ചിന്തിക്കുന്നു. ഈ മനോഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകാനായിട്ട് ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ട്രഷർ എന്ന വാക്ക് നമുക്കറിയാം അല്ലേ? നിധി പോലെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ, ആത്മീയ സത്യങ്ങളെ, ദൈവത്തെ തന്നെ സ്വീകരിക്കാറുണ്ടോ? മുൻഗണന നമുക്ക് ദൈവവചനത്തിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലെ ഈ വാക്യം കൂടെ വായിച്ച മേ ബി ഐ വിൽ സ്റ്റോപ്പ് ഫോർ ടുഡേ. മത്തായി സുവിശേഷം 13-ന്റെ 45-ഉം 46-ഉം വാക്യങ്ങൾ. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 45-ഉം 46-ഉം വാക്യങ്ങൾ. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. വിലയേറിയ മുത്ത് എന്ന വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വ്യാപാരി, എ റെയർ പേൾ. ഇതിന് വില മതിക്കാനാവത്തില്ല. ഇതെന്താണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവരാജ്യത്തെയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യു ട്രാൻസ്ലേറ്റ് ദൈവികമായ ജ്ഞാനം. ഈ പേളിന്റെ മൂല്യം ഇപ്പൊ എന്താണ്? ലോകത്തിലുള്ള സകല ഗോൾഡും സിൽവറും വിറ്റാ പോലും അതിലും മൂല്യം ഇതിലുണ്ട്. എന്തിന്? ദൈവിക ജ്ഞാനത്തിന്. ലോകത്തിലുള്ള എല്ലാ പൊസഷൻസിനേക്കാളും, എല്ലാ സമ്പത്തിനേക്കാളും മൂല്യമുള്ള എന്തിനേക്കാളും വിലയുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ദൈവികമായ ജ്ഞാനമാണെങ്കിൽ അത് അന്വേഷിക്കാൻ ഞാൻ എന്ത് വിലയും കൊടുക്കും, എന്ത് ത്യാഗം സഹിക്കും, എത്ര ഉറക്കം വേണമെങ്കിലും നിലവിളിക്കും. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്കതിനെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെ ഞാൻ ദൈവിക ജ്ഞാനത്തിന് എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത്, എനിക്കുള്ളതെല്ലാം അതിനേക്കാൾ വില ഞാൻ ശരിക്കും ദൈവിക ജ്ഞാനത്തിന് നൽകുന്നുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് ചിന്തിക്കാനായിട്ട് സമയമെടുക്കാൻ ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ പോലും വിലയേറിയതായി എണ്ണുന്നില്ല. Now that is not an easy statement to make. എനിക്കെല്ലാവർക്കും അവരുടെ പ്രാണൻ തന്നെ ഏറ്റവും വലുത്. പക്ഷെ എൻ്റെ പ്രാണനെ പോലും പ്രാണനേക്കാൾ വിലയുള്ളതായി താൻ ഒന്നിനെ കണ്ടിരുന്നു. സുവിശേഷത്തിന്റെ കോസിനെ കുറിച്ചാണ് താൻ പറഞ്ഞത്. പ്രാണനേക്കാൾ വിലയുള്ളതായി ദൈവിക ജ്ഞാനത്തെ, ദൈവത്തിലെ ജ്ഞാനം എന്താണെന്ന് ആരംഭത്തിൽ തന്നെ ഓർപ്പിച്ചു. ലോകത്തിന്റെ മുമ്പിൽ ഭോഷത്വമാണ് ക്രൂശ്.
പക്ഷെ അത് ദൈവത്തിൻ്റെ ജ്ഞാനമായിരുന്നു. ദൈവം തന്നെ നിത്യമായ ജ്ഞാനത്തിൽ മനുഷ്യനെ രക്ഷിക്കാൻ ഒരുക്കിയ ഒരേ ഒരു വഴി തൻ്റെ ക്രൂശ് മരണമായിരുന്നു. നമുക്ക് ബെറ്റർ ഐഡിയാസ് നമുക്ക് എത്ര ഉണ്ടെന്ന് തോന്നിയാലും ദൈവം തൻ്റെ നിത്യമായ ജ്ഞാനത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെടേണ്ട മനുഷ്യനെ ദൈവരാജ്യത്തിന് അർഹരാക്കി തീർക്കാൻ ഇതല്ലാതെ ഒരു ബെറ്റർ വഴി ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ നീതിയും ന്യായവും സ്വഭാവവും ഒന്നും ബലി കഴിക്കാതെ ഇതെല്ലാം കൃത്യമായി സമന്വയിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ മെടഞ്ഞ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയായിരുന്നു യഥാർത്ഥത്തിൽ ക്രോസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ക്രോസ്. അത് ഫൂളിഷ്നെസ് ആയിരുന്നു അന്നത്തെ ചിന്തകന്മാർക്ക് പോലും. പക്ഷെ ഇന്നും ഇത്രയും അധികം കാലം പ്രസംഗിക്കപ്പെട്ട ഒരു സന്ദേശവും ലോകത്തില്ല. ഹല്ലേലൂയ. It has been 2000 years, 2000 കൊല്ലമായി നിലനിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്തെന്ന് ചോദിച്ചാൽ ഇത്രയും കൃത്യതയോടെ പ്രസംഗിക്കപ്പെടുന്ന ഒന്നുമില്ല. ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. This is the wisdom of God. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ജ്ഞാനത്തിന്റെ ഓപ്പോസിറ്റ് അതാണല്ലേ, ഫൂളിഷ്നെസ്. ഫൂളിഷ്നെസ് എന്ന് നശിച്ചു പോകുന്നവർ പറയുന്ന കാര്യമായി നമ്മൾ ജ്ഞാനമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ നിത്യസുവിശേഷത്തോടെ നമ്മൾക്കുള്ള മനോഭാവത്തെയാണ് ഞാൻ ഈ 7 ക്രിയാപദങ്ങൾ കൊണ്ട് നിങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ അർത്ഥവും ആഴവും ഉയരവും വീതിയും നീളവും ഗ്രഹിക്കാനായിട്ട് ഈ ക്രിയാപദങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ഏതൊക്കെയാ ക്രിയാപദങ്ങൾ? വീണ്ടും ഓർപ്പിക്കട്ടെ. സ്വീകരിക്കുക, നിധി പോലെ കാക്കുക, ചെവി ചായ്ക്കുക, ഹൃദയം ചായ്ക്കുക, അത് ദൈനംദിന ജീവിതത്തിൽ പകർത്തുക, പകർത്താൻ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ആരും പൂർണ്ണരായിട്ടല്ല, but we keep on trying. എത്ര പ്രാവശ്യം മല കയറുന്നവര്, ഹൈക്ക് ചെയ്യുന്നവര് എത്ര പ്രാവശ്യം തെന്നി അടിച്ച് താഴോട്ട് പോകുന്നുണ്ട്. പക്ഷെ do they quit? അവർ വിട്ടിട്ടോടുന്നുണ്ടോ? അതുപോലെ തന്നെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, ഉറക്കെ നിലവിളിക്കുക. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ, as the deer panteth for the water, അതിനെ ആഗ്രഹിക്കുക, അതിനെ കണ്ടെത്താൻ പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആഴവും വീതിയും നീളവും ഓരോ ദിവസവും നമുക്ക് വ്യക്തതയോടെ വ്യക്തമായിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ഹാസ് ഇറ്റേണൽ പോസിബിലിറ്റി. അനന്തമായ സാധ്യതകളാണ് അതിനുള്ളതെന്ന് ഞാൻ പറയട്ടെ. ഞാനിവിടെ കുത്തിടുകയല്ല ഇന്നത്തെ സന്ദേശത്തിന്. ഈ ക്രിയാപദങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ അനലൈസ് ചെയ്ത് എത്രമാത്രം ഞാൻ ദൈവിക ജ്ഞാനം പ്രാപിക്കാനായിട്ട് ആഗ്രഹമുള്ളവനാണ്, അതിനുവേണ്ടി ഞാൻ എത്ര കരയുന്നുണ്ട്, അതിനുവേണ്ടി എന്തുമാത്രം വില, എത്ര വില വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മനസ്സൊരുക്കമുള്ളവനാണ്. എത്ര നാൾ അതിനെ സ്ഥിരതയോടെ അന്വേഷിക്കാൻ ഞാൻ മനസ്സൊരുക്കമുള്ളവനാണ്. അതിനെ നിധി പോലെ കാക്കാൻ, നിധി സൂക്ഷിക്കുന്നത് പോലെ ദൈവിക ജ്ഞാനത്തെ സൂക്ഷിക്കാൻ ഞാൻ മനസ്സുള്ളവനാണ് എന്ന് ചിന്തിക്കാൻ, എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ, വിലയിരുത്താൻ ഈ ക്രിയാപദങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം
ഞാൻ ഈ ചിന്തകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. അമൂല്യമാണിത്, വിലമതിക്കാനാവാത്തതാണിത്. ഇത് തിരുവെഴുത്തിലാണുള്ളത്. തിരുവെഴുത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് വെളിപ്പാടുകളെ ദൈവം തരും. പക്ഷെ തിരുവെഴുത്തിൽ അധിഷ്ഠിതമാണ്. ഒരു ഭക്തൻ പറയുക, നമുക്ക് വേണ്ടതെല്ലാം ദൈവികമായ ദൈവത്തിൻ്റെ വചനത്തിലുണ്ടെന്ന്. നമുക്ക് വേണ്ട അത്ഭുതങ്ങൾ, നമുക്ക് വേണ്ടതെല്ലാം ഈ തിരുവെഴുത്തിലുണ്ട്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും മനുഷ്യരോട് സംസാരിച്ചെങ്കിൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്ത വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? പറഞ്ഞാട്ടെ, എവിടെയാണ്? ഏറ്റവും കൃത്യമായി എഴുതിയ എഴുത്താണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ ഊഹാപോഹങ്ങളാണോ? പറഞ്ഞാട്ടെ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ട് പാർട്ട് ബൈ പാർട്ട് പല നിലകളിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം മനുഷ്യവംശത്തോട്, നമ്മളോട് ഓരോരുത്തരോട് കൃത്യമായി എഴുതിയ രേഖയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രേഖയുടെ ആഴമാണ് ഞാൻ ഗ്രഹിക്കേണ്ടത്. അതിൽ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, അതിൽ കൃത്യതയുണ്ട്. അത് ഊഹാപോഹങ്ങളല്ല ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ നിധി പോലെ ഞാൻ കാക്കും. എൻ്റെ ചെവി ചായ്ച്ചുകൊണ്ടേയിരിക്കും, ഞാനത് സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ വിധത്തിൽ അന്വേഷിപ്പാനുള്ള മനസ്സ്, പ്രാർത്ഥിക്കാനുള്ള മനസ്സ്, ഉറക്കെ നിലവിളിക്കാനുള്ള മനസ്സ് എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിയിട്ട് ആരുടെയെങ്കിലും ഹൃദയത്തിലൊരു ഗാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റുപാടാം. അല്ലെങ്കിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകം അതിൽ ചെന്നു, സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ. ദൈവം തന്നെ ഞങ്ങളുടെ മഹാപ്രതിഫലമാണ്, ഞങ്ങളുടെ സമ്പത്താണ്. കർത്താവേ, അങ്ങേ അവിടുത്തെ വചനത്തെ നിധി പോലെ കാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുപോലെ മൂല്യമുള്ള ഒന്നും ഇല്ല എന്ന തിരിച്ചറിവിൽ എന്നും നടക്കുവാൻ, ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ കർത്താവേ, അവിടെ നിന്ന് ഞങ്ങൾക്ക് തുടങ്ങാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനേക്കാൾ മൂല്യമുള്ളതൊന്നില്ല.
യേശുവിനേക്കാൾ മൂല്യമുള്ളതൊന്നുമില്ല. Can we sing that song? When I look into your holiness, when I gaze into your loveliness, സകല പ്രപഞ്ചവും പോലും നിഴലായി മാറും compared to the infinite worth of Christ എന്നാണ് ആ പാട്ടിന്റെ അർത്ഥം. ക്രിസ്തുവിന്റെ മഹത്വവുമായി താരതമ്യം ചെയ്യുമ്പോൾ സർവവും, ഈ പ്രപഞ്ചം പോലും known and unknown is nothing but a shadow. ഒരു നിഴലിന്റെ മൂല്യമേ അവയ്ക്കൊക്കെ ഉള്ളൂ. Christ is the reality. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. Can we sing? Thank you, Arvind. When I look into your holiness, when I gaze into your loveliness, when all things that surround me become shadows in the light of you, when I found the joy of reaching your heart, when my will becomes enthroned in your light, when all things that surround become shadows in the light of you, I worship you. I worship you. The reason I live is to worship you. I worship you. I worship you. The reason I live is to worship you. The reason I live is to worship you. ഹല്ലേലൂയ. സത്യദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ എസൻസ് തന്നെ, the fear of the Lord is actually connected to worship. ദൈവം ആരാണെന്ന് തിരിച്ചറിയുന്നതാണ് ദൈവഭയം. ദൈവത്തെ ആരാധിക്കുന്ന മനോഭാവമാണ് ദൈവഭയം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്ത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ച ദൈവത്തിന്റെ നിത്യമായ ജ്ഞാനമാണ് സുവിശേഷം എന്ന രൂപത്തിൽ എന്ന സത്യം നമ്മുടെ അടുക്കലെത്തിയത്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞിരുന്ന സത്യം ലോകത്തിലെ പ്രഭുക്കന്മാർ അറിയാതെ പോയത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയെന്ന് വചനം പറയുന്നത്. അതേ അർത്ഥത്തിൽ സ്വീകരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുക്രിസ്തുവിന്റെ മഹത്വവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിഴലിന് സമാനമാണ് എന്ന തിരിച്ചറിവോടെ ഇത്ര വലിയ സത്യത്തെ നിധി പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാക്കുമെന്ന് നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളത്തിൽ അലയടിക്കട്ടെ നാഥ. 2025 ഞങ്ങൾ ഈ തീമിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവിക ജ്ഞാനത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും ഗ്രഹിക്കാൻ, കർത്താവാണ് സകല ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് മനസ്സിലാക്കാൻ, നീതികേടിനെ വെറുക്കാൻ, നീതിയെ ആലിംഗനം ചെയ്യുവാൻ, സത്യത്തെ സ്നേഹിക്കാൻ, എന്ത് വില കൊടുത്തും സത്യം വാങ്ങിക്കുവാൻ,
ഞങ്ങൾക്ക് കൃപ തരണമേ നാഥ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ.